ക്ഷേത്രത്തിനകത്ത് RSSന്റെ പാട്ട്, ഗണഗീതം എന്നവർ പറയും. ക്ഷേത്രത്തിനകത്ത്, ക്ഷേത്ര പരിസരത്ത്, ക്ഷേത്ര മതിൽക്കകത്ത് രാഷ്ട്രീയ സാമുദായിക സംഘടനയുടെ കൊടിതോരണങ്ങൾ. കൊല്ലത്താണ് സംഭവം. കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ക്ഷേത്രം, അവിടെയാണ് സംഭവം. ഏതായാലും ആ ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടു. അവിടെ ഉത്സവം നടക്കുന്ന സമയത്ത് അവിടെ ഗാനമേള വെച്ചിരുന്നു. അതിന് RSSന്റെ ഗണഗീതം ആലപിച്ചു. അതിൻ്റെ പേര് അത് വലിയ സംഭവമായി, വലിയ പ്രശ്നമായി. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അവിടുത്തെ ഉപദേശക സമിതിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടിട്ടുള്ളത്. വളരെ നല്ല കാര്യം. ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റി RSSന്റെ ശാഖകൾ, RSSന്റെ ശാഖ തുടങ്ങുന്നത് തന്നെ ക്ഷേത്ര മൈതാനികളിലാണ്. ആയതുകൊണ്ട് തന്നെ ഹിന്ദു സമൂഹത്തിന് അവരോടൊരു മൃദു സമീപനം അക്കാലത്തുണ്ടായിരുന്നു. ഞാനീ പറയുന്നത് 10 വർഷം മുമ്പത്തെ ചരിത്രമല്ല, 50 വർഷങ്ങൾ 60 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ്. ടാങ്കടി എന്ന് പറയുന്ന ഒരാളാണ് വാസ്തവത്തിൽ കോഴിക്കോട് വെച്ചത് ആരംഭിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പോഴത്തെ കാര്യമല്ല. ഇപ്പോൾ ക്ഷേത്രങ്ങൾക്കകത്തൊന്നല്ല, എവിടെയും വിറ്റകളെ കയറ്റില്ല. അപ്പോൾ RSSന്റെ ശാഖകൾ ക്ഷേത്രങ്ങൾക്കകത്താണ് നടത്തിയിരുന്നത്. ക്ഷേത്രത്തിൻ്റെ സ്ഥിതി എന്താണ്? യഥാർത്ഥത്തിലുള്ള ക്ഷേത്രങ്ങൾ അവിടെ അനാത്മവിദ്യകൾ പാടില്ല, ആത്മവിദ്യകളെ പാടുള്ളൂ. അനാവശ്യമായിട്ടുള്ള ശബ്ദകോലാഹലങ്ങൾ പാടില്ല. അവിടെ തൂങ്ങിക്കെടുക്കുന്ന മണി പോലും കാലത്ത് നിർമാല്യം മാറ്റലൊക്കെ ആ ചടങ്ങുമായിട്ട്, കാലത്ത് ആദ്യത്തെ ചടങ്ങിനായിട്ട് അമ്പലത്തിൽ കയറുമ്പോൾ കുളിച്ച് ദേഹശുദ്ധി വരുത്തി നിർമാല്യം മാറ്റാനായിട്ട് നട തുറക്കുന്ന സമയത്ത് അവിടെ കിടക്കുന്ന ചെറിയ മണിയമ്മ അവർ ഒന്ന് അടിക്കുകയല്ല ചെയ്യുക, അതൊന്ന് മണി മുട്ടുകയാണ് ചെയ്യുക. ഇങ്ങനെ ടക്ക് ഉറങ്ങിക്കെടുക്കുന്ന ദേവനെ ഉണർത്തുന്നു. എങ്ങനെ ഉണർത്തുക? ഉറങ്ങിയെടുക്കുന്ന ഭർത്താവ് പറയും നാളെ ഉണർത്തണം എന്ന് പറയും. 5 മണിക്ക് ഉണർത്തണമെങ്കിൽ തിരുവനന്തപുരത്ത് പോകണമെന്ന് പറയും. 4 മണിയാകുമ്പോൾ ചെള്ളക്കൊന്ന് വെച്ച് കൊടുക്കണം ചെയ്യുക, പേടിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ചെന്നിട്ട് പറയും 4 മണിയായിട്ടോ, 4 മണിയായിട്ടോ എന്ന് പറയും. അപ്പോൾ അയാൾ കണ്ണു തുറന്ന് നോക്കും. എന്തേ 4 മണി? ഓ 4 മണിയായോ? അതാണ് മര്യാദ. പക്ഷേ ഇപ്പം അമ്പലങ്ങളിൽ എവിടേക്കും തൂങ്ങിയെടുക്കുമ്പോൾ അതും പിടിച്ചാലേ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് സംതൃപ്തിയാവുള്ളൂ. എവിടേക്കും മണിയുണ്ടോ അതും കയറി പിടിക്കും. ഏതായിട്ട് കിണ്ടിയും. ദീപാരാധന നടക്കുന്ന സമയത്ത്, ദീപാരാധന അമ്പലങ്ങളിൽ വിധിച്ചിട്ടുള്ളൊരു കാര്യമല്ല കേട്ടോ. അതൊരു കാഴ്ച മാത്രമാണ്. ദീപാരാധന ആചാരത്തിൽ പെടുന്നൊരു കാര്യമല്ല. വൈകുന്നേരം എല്ലാവരും വരുന്ന സമയത്ത് ഒന്ന് നടന്നു കാണിക്കുന്നു. അല്ല അവിടെ മന്ത്രങ്ങളോ തന്ത്രങ്ങളോ ആജ്ഞകളോ മുദ്രകളോ ഒന്നുമില്ല. അവിടെ തുറന്ന് കാണിക്കുന്നു, മനോഹരമായിട്ടുള്ള കണ്ടോളതൊക്കെയാണ്. ആ ക്ഷേത്രങ്ങളുടെ ഉള്ളിലാണ് എന്നൊക്കെ പറഞ്ഞ് ലഹള, വിസിലുവിളി, അടിക്കട, തല്ലട, ഇത്തരം കാര്യങ്ങൾ, ജയ് കാളി, ഓം കാളി, ഹര ഹര മഹാദേവ എന്നുള്ള വിളികൾ, വിസിലടികൾ. ഇവരുടെ ആധ്യാത്മികത അമ്പലവുമായി ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ഇവരുടെ കേളികൾ അതിന് വേണ്ടിയിട്ടാണത്. അത് വാസ്തവത്തിൽ ആളെ കൂട്ടാനുള്ള തന്ത്രം മാത്രമാണ് ഇവരുടെ ആധ്യാത്മികത, ഹിന്ദുക്കളെ കൂട്ടാൻ. ആദ്യം ഇവർ സമൂഹത്തിന് കടന്നു വന്നത് ഹിന്ദുത്വവാദവും പറഞ്ഞിട്ടാണ്. നമ്മൾ ഹിന്ദുക്കൾ ഉണരണം, നമ്മൾ ഹിന്ദുക്കൾ എവിടെയും തഴയപ്പെടുന്നു, മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു, അവരുടെ ജനസംഖ്യ ഇന്ന വർഷത്തിൽ ഇത്ര മാത്രമായിരുന്നു, പിന്നത്തെ വർഷം ഇത്ര കയറി, പിന്നത്തെ വർഷത്തിൽ ഇത്ര കയറി, ഇപ്പം അവർ നമ്മളെ കവച്ചു വയ്ക്കാൻ പോണു, ഇങ്ങനെ ആളുകളെ പേടി, പുലി വരുന്നു ഞങ്ങളുടെ ചുറ്റും നിന്നോളി. അങ്ങനെ കുറേ ആളുകളെ എനിക്കറിയാവുന്ന പല സുഹൃത്തുക്കളെ ഉണ്ട്. നമ്മൾ അവരോട് ചോദിക്കും ഈ RSS ചെയ്യുന്നത് ശരിയാണോ? എടുത്ത വഴിയുള്ള മറുപടി എന്താ അറിയോ? അപ്പം മുസ്ലിങ്ങൾ ചെയ്യുന്നതോ? അത് അവരുടെ തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണ്.
താനായിട്ട് നേരെയാവാൻ അവർ തയ്യാറില്ല. അവർ കണ്ടില്ല, കുട്ടികളെ അവർ ഖുറാൻ പഠിപ്പിക്കുന്നു, അതിപ്പുറത്ത് ബൈബിൾ പഠിപ്പിക്കുന്നു. അവർ ഖുറാനെന്നല്ല പഠിപ്പിക്കുന്നത്, അവർ തീവ്രവാദ പഠിപ്പിക്കുന്നത്, കാര്യം കഴിയും. അപ്പോഴും നമ്മൾ പഠിക്കുന്ന കാര്യം ചിന്തിക്കുന്നില്ല. അപ്പം ഈ രീതിയിൽ ജനങ്ങൾക്കൊരു മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിവിടലായിരുന്നു ഇവരുടെ പരിപാടി. ഭൗതികമായിട്ടോ വലിപ്പം അത് മറ്റുള്ള സമൂഹങ്ങൾ കൈവരിക്കുമ്പോൾ അതിനെ തല്ലി തകർക്കുക. അവർ ഭൗതികമായിട്ട് നേട്ടം കൈവരിക്കുമ്പോൾ അതിനപ്പുറമുള്ള ഭൗതിക നേട്ടം കൈവരിക്കാനുള്ള സാധ്യതകളെ കുറിച്ച് അന്വേഷിക്കലല്ല, അതല്ല നടത്തുന്നത്. അതിലൊരു മത്സരം നല്ല കാര്യമാണ്, അതല്ല നടത്തുന്നത്. അവർക്കെതിരെ ശാരീരികമായിട്ടുള്ള ശേഷി പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ ധനം, മാനം എല്ലാം തല്ലി തകർക്കുക. ഒന്ന് വരച്ചാൽ ചെറുതാക്കാൻ വേണ്ടി ആ ഒന്ന് തേച്ച് മാച്ച് ചെറിയ ഒന്നാക്കി മാറ്റി. അതിൻ്റെ ആവശ്യമില്ല, ഇപ്പുറത്ത് വലിയൊരു വരച്ചാൽ പോലെ. അപ്പം തുടക്കത്തിൽ ഹിന്ദുക്കളെ മാത്രമാണ് ഉന്നം വെച്ചിരുന്നത്. അപ്പോൾ പിന്നീടത് ഇവരുടെ ഹിന്ദുവാദവുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് മനസ്സിലായി. ഇവർക്ക് ഹൈന്ദവ സംസ്കൃതിയിൽ വിശ്വാസമില്ലെന്ന് മനസ്സിലായി. ഹൈന്ദവ സംസ്കൃതി സംബന്ധമായിട്ടുള്ള ഒരു കാര്യവും ഇവരുടെ ബോധമണ്ഡലത്തിലേക്ക് ഇവർ കയറ്റി വിടുന്നില്ലെന്നും മനസ്സിലായി. അങ്ങനെ ഹിന്ദുക്കളുടെ ആ ഭാഗത്തേക്കുള്ള താല്പര്യം അവിടെ അവസാനിച്ചു. ഞാനെങ്കിൽ തൃശ്ശൂരുള്ള സമയത്ത് അവിടെയുള്ള പൂങ്കുന്നെന്ന് പറയും, അവിടെയുള്ള പട്ടന്മാർ, തമിഴ് ബ്രാഹ്മണന്മാർ, നമ്മുടെ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെയും ആ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ എല്ലാവരും RSകാരായിരുന്നു. ഇപ്പോൾ അവർ ആ ഭാഗത്തേക്ക് പോകുന്നത് അവർക്ക് മനസ്സിലായി ഇത് ഹൈന്ദവ തത്വശാസ്ത്രങ്ങളും ഹൈന്ദവ രീതികളും ശരിയായിട്ടുള്ള ഹിന്ദുവിൻ്റെ സംസ്കാരമായിട്ട് പുലബന്ധം പോലില്ലാത്ത കാര്യം മനസ്സിലായി. അവരൊക്കെയും പുറപ്പെട്ടു പോയി എന്ന സാരം. ഏതായാലും ഹിന്ദുവിൻ്റെ അടുത്ത് കളി നടന്നില്ല. അവർ മൗനമായിട്ട് ഒന്നും എതിരിടാതെ അവർ ബാക്ക് ഫുട്ട് വെച്ചു. അപ്പോഴാണ് ഇവർ ക്രിസ്ത്യാനികളുടെ നേരെയായി കണ്ണ്. ഇപ്പം ക്രിസ്ത്യാനിയുടെ കാക്കൂട്ടിലാണ് ഇവരുടെ തല കൊണ്ടുവച്ചു കൊടുത്തിരിക്കുകയാണ്. പള്ളിക്കാരെയും പട്ടക്കാരെയും തിണ്ണ നിരങ്ങലാണ് ഇപ്പോൾ ഇവരുടെ പരിപാടി. ഏതായാലും ഇപ്പോൾ വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വീണ്ടും അമ്പല കമ്മിറ്റികൾ കയറിക്കൂടുക, അമ്പലത്തെ വീണ്ടും RSS ശാഖയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുക, അതിനുള്ള ശ്രമം വീണ്ടും തുടങ്ങിയിരിക്കുക. കഴിഞ്ഞൊരു 10-25-30 വർഷമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ അവർ ശ്രദ്ധയുണ്ടായിരുന്നില്ല, പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ വീണ്ടും പറ്റുന്ന സാഹചര്യമാണെന്ന് അവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ? നരേന്ദ്രമോദിയുടെ വരവ് ആയതുകൊണ്ട് തന്നെ വീണ്ടും അമ്പലങ്ങളെ അവരുടെ കേളി രംഗങ്ങളാക്കി മാറ്റുകയാണ്. എവിടെയെങ്കിലും അമ്പല ഉത്സവം ഉണ്ടെങ്കിൽ ഇവരുടെ ഈ ത്രികോണം, കാവിക്കോണം ഉണ്ടല്ലോ, ത്രികോണം, അതിൻ്റെ കൊടികൾ കൊണ്ട് നാട്ടുക, ശ്രീരാമൻ ഗ്രംഭെയ്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ, ഹനുമാന്റെ ഭീകര രൂപം, ഇതൊക്കെ അവിടെ വരച്ചു വയ്ക്കുക. അപ്പോൾ കാണുന്നവരെ സംശയം എന്താ, ഇത് ശരിയല്ല പറഞ്ഞാൽ അത് ശ്രീരാമനല്ലേ, ഇത് ജയഹനുമാനല്ലേ, അവിടെ എന്താ കുഴപ്പം? സാധാരണക്കാർക്ക് അത് അറിയില്ല. ഏതായാലും അപ്പുറത്ത് ചുവന്ന കൊടികൾ വരാൻ തുടങ്ങി, അത് ലഹളിയായി. ഇപ്പോൾ പലയിടത്തും അത് കണ്ടുവരുന്നുണ്ട്. ഇപ്പം ഇത്തവണ ഒരു 10-15 സ്ഥലങ്ങളിൽ ഈ കേസ് ഉണ്ടായിട്ടുണ്ട്. അവർ വീണ്ടും ഈ വൻമരം, ഹിന്ദു എന്ന് പറഞ്ഞ വൻമരത്തിൻ്റെ മൂലകളിൽ അവർ ഇത്തിക്കണ്ടികളായിട്ട് മാറാൻ ശ്രമിക്കുക. കാരണം സ്വയമായിട്ട് നിവർന്നു നിൽക്കാൻ കഴിയാത്തതാണ് സാഹചര്യം. അമ്പലത്തിൻ്റെ പരിശുദ്ധി, അതിൻ്റെ ഗാംഭീര്യം, അത് സിനിമാ നടന്മാരെയും സിനിമാടികളെ കൊണ്ടുവരലും, ആനവെടി, മിമിക്രി, നാടകം, യൂഫോറിയ, നിന്ന് തുള്ളൽ, സിനിമാറ്റിക് ആട്ടം, റിമി ആൻഡ് ടോമി, ഇതൊന്നുമല്ല. അതിൻ്റെ ഗാംഭീര്യം അതിൻ്റെ ശാന്തതയിലാണ്. അതിന് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം ഞാൻ കണ്ടെടുത്തോളം തൃശ്ശൂർ വടക്കുന്നാഥനാണ്. ആ വടക്കുന്നാഥൻ്റെ ഗോപുരത്തിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന വേറെ ഏതോ ദേവഭൂമിയിലാണെന്ന് തോന്നിപ്പോകും. തൃശ്ശൂർ എന്ന് പറയുന്ന നഗരത്തിന് നടുവിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ബോധവും നമുക്കുണ്ടാവില്ല. വാഹനങ്ങളുടെ ശബ്ദം കേൾക്കാൻ പറ്റില്ല. അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ യാതൊരുവിധ ടെക്നോളജിയും നമ്മൾ കാണിക്കേണ്ടതില്ല, ഒരാചാര്യൻ്റെ അടുത്ത് പോയി പഠിക്കേണ്ടതില്ല. തന്നെത്താൻ ഒരു കണ്ടംപ്ലേഷൻ, ഒരു മെഡിറ്റേഷൻ്റെ ധ്യാനമായിട്ടൊരു അവസ്ഥ അവിടെ ഉണ്ടാകും. അന്തരീക്ഷം അങ്ങനെയാണ് അന്തരീക്ഷമാകേണ്ടത്. ആയതുകൊണ്ടാണ് ക്ഷേത്രങ്ങളൊക്കെ കുന്നിൻ്റെ മുകളിലും, ഘട്ടങ്ങളെന്ന് പറയും,
നദികൾ കൂടിച്ചേരുന്ന സ്ഥലങ്ങളിലൊക്കെയും കൊണ്ടുവച്ചിട്ടുള്ളത്, വനാന്തരങ്ങളിലൊക്കെയും കൊണ്ടുവച്ചിട്ടുള്ളത്. അവിടെ കയറിയിട്ടാണ് ഈ RSS തീവ്രവാദ സായുധ സംഘത്തിൻ്റെ പരിശീലനത്തിനുള്ള പരിപാടി. എവിടെയാണോ ഇത് നടത്താൻ പാടില്ലാത്തത് അവിടെ കയറിയിട്ട് അവർ നടത്തുന്നത്. ഇത് ഹൈന്ദവ ഭാവത്തിൻ്റെ ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു ഭാഗമാണ് RSS എന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഹിന്ദു സമൂഹം അപകടത്തിലാണ്, ഹിന്ദു സമൂഹം വീണുകിടക്കുകയാണ്, ഹിന്ദു സമൂഹം ഉറങ്ങുകയാണ്, അവനെ ഉണർത്തേണ്ടതുണ്ട്, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതുണ്ട്, അതിന് ഞങ്ങളെ കൊണ്ടേ കഴിയൂ എന്നുള്ളൊരു തന്ത്രമായിട്ട് അവർ മറ്റുള്ളവരുടെ ബോധതലത്തിലേക്ക് തള്ളിക്കയറ്റിയിട്ട് പലരുടെയും, ചിലവരുടെ, ഒരു ന്യൂനപക്ഷത്തിൻ്റെയെങ്കിലും അത്തരം ആളുകൾ അമ്പലത്തിൻ്റെ അധികാരികളായിട്ട് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമിന് അവിടെ ഇടം അവർ നൽകുന്നത്. ഏതായാലും ഈ സംഘപരിവാർ സംഘടനകൾ അവർ തീവ്രവാദ സംഘടനയാണ്, സായുധ സംഘമാണ്. അവർക്കുള്ള പരിശീലനത്തിന് ഇടമാക്കി ക്ഷേത്രഭൂമി അനുവദിച്ചു കൊടുക്കുന്നത് എല്ലാ അർത്ഥത്തിലും അക്ഷന്തവ്യമായിട്ടുള്ള അപരാധം തന്നെയാണ്. നമസ്കാരം.